നമസ്തേ. ഇന്നത്തെ വീഡിയോയിൽ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ റെസിസ്റ്റിവിറ്റി, ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് മെറ്റീരിയൽസ് നമ്മൾ എടുക്കുമ്പോൾ ആദ്യം നമ്മൾ മെറ്റൽസാണ് എടുക്കുന്നത്. മെറ്റൽസിലാണ് നമ്മൾ പ്രധാനമായിട്ടും ആദ്യം പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് മെറ്റൽസിൻ്റെ കാര്യം ഒന്ന് നോക്കാം. മെറ്റൽസിൽ ശരിക്കും ഇഫ് ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ് ദെൻ ദ റെസിസ്റ്റൻസ് ആൾസോ ഇൻക്രീസസ്. റെസിസ്റ്റൻസ് കൂടുന്നതാണ്. നേരത്തെ ചില വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് മെറ്റൽസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി കൂടുന്നതെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം മെറ്റൽസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മെറ്റാലിക് കണ്ടക്ടർ എടുക്കുന്ന സമയത്ത് ഇതിൽ ഇലക്ട്രോൺസ് അല്ലേ, നമ്മളൊരു ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് കൊളിഷൻ നടക്കുന്നതാണ് അല്ലേ, കൊളൈഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഇവിടെ വന്ന് കൊളൈഡ് ചെയ്യുന്നു, പിന്നെ അടുത്ത സ്ഥലത്തേക്ക് കൊളൈഡ് ചെയ്യുന്നു. അങ്ങനെ കൊളൈഡ് ചെയ്ത് ആണ് പോകുന്നത്. ചിലപ്പം ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് കൊളൈഡ് ചെയ്യാം റെയർ കേസിൽ. അതേപോലെ ഇത് കൊളൈഡ് ചെയ്താണ് ഈ എൻഡിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഒരു ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ടാകുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ടാകുന്നത് ഈ എല്ലാ കൊളിഷൻസിന് ശേഷമുള്ള വെലോസിറ്റിയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പോൾ ഇത് കൊളൈഡ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ശരിക്കും ഒരു പ്രത്യേക സമയത്ത് 10 കൊളിഷൻ ഉണ്ടായി എന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ പോട്ടെ ഒരു 100 കൊളിഷൻ ഉണ്ടായി, 100 കൊളിഷൻസ് ഉണ്ടായി ഇവിടെ നിന്ന് ഇതുവരെ എത്താനായിട്ട്. ശരിക്കും നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിന് മുമ്പ് ഇത് ഇങ്ങനെ പതുക്കെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ടെമ്പറേച്ചർ കൂടുന്തോറും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും, വളരെ ഫാസ്റ്റായിട്ട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് പോകുമ്പോൾ ശരിക്കും കൊളിഷൻ്റെ ടൈം എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ട് കൊളൈഡ് ചെയ്യും. ഇത് 100 കൊളിഷൻസ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ടെമ്പറേച്ചർ കൂടുന്ന ഒരവസ്ഥയിൽ ഇത് ഒരു 500 കൊളിഷൻ വരെ ആവും. 500 കൊളിഷൻ വരെ എത്തുന്ന സമയത്ത് ശരിക്കും ഈ ചാർജ് കാരിയേഴ്സ് ഇങ്ങ് എത്താനായിട്ട് അതിൻ്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റി കുറയുന്നു, നമുക്കറിയാം അല്ലെ. ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് മാറ്റം വരുന്നു. കാരണം ഇത്രയും കൊളിഷൻസ് കഴിഞ്ഞ് വേണം ഇങ്ങ് എത്താനായിട്ട് അല്ലേ. നമ്മൾ തന്നെ ഒരു ആൾക്കൂട്ടം ഇല്ലാത്ത ഒരു സ്ഥലത്തൂടെ പോകാനായിട്ട് വളരെ ഈസിയാണ്. പക്ഷെ ഒരുപാട് ആൾക്കൂട്ടമുള്ള സ്ഥലത്തൂടെ പോയി നമുക്ക് അപ്പുറത്തെത്താനായിട്ട് കുറേ ടൈം എടുക്കും. എല്ലാം കൊളൈഡ് ചെയ്തേ പോകത്തുള്ളൂ. അപ്പോൾ അതേപോലെയാണ് ഇവിടെ. ഇത് കൊളൈഡ് ചെയ്ത് അങ്ങെത്തുമ്പോഴത്തേക്ക് ശരിക്കും ഇതിൻ്റെ വെലോസിറ്റി കുറയുന്നത് കാരണം നമുക്കറിയാം ഡ്രിഫ്റ്റ് വെലോസിറ്റി കുറയുകയാണെങ്കിൽ കറണ്ടും കുറയും അല്ലേ. I=അവൻ എന്ന് പറഞ്ഞ റിലേഷനിൽ നിന്ന് ഡ്രിഫ്റ്റ് വെലോസിറ്റി കുറയുകയാണെങ്കിൽ കറണ്ട് കുറയും. കറണ്ട് കുറയുകയാണെങ്കിൽ നമുക്കറിയാം റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് ബൈ കറണ്ടാണ്. അപ്പോൾ കറണ്ട് കുറയുകയാണെങ്കിൽ റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ അങ്ങനെ റെസിസ്റ്റൻസ് കൂടുന്നു എന്തിൻ്റെ കേസിൽ? ഇൻ ദ കേസ് ഓഫ് മെറ്റൽസ്, if the temperature is increased then the resistance also increases. This is because the collisions increases, number of collisions increases അല്ലേ. അതും കൂടെ എഴുതണം. Since the increase in collisions കൂടുന്നതാണ് കാരണം. അപ്പോൾ ഞാൻ 1 ഡിഗ്രി റൈസ് ടെമ്പറേച്ചറിന്, 1 ഡിഗ്രി സെൽഷ്യസ് റൈസ് ടെമ്പറേച്ചറിൽ, ഓക്കെ, 1 ഡിഗ്രി സെൽഷ്യസ് ആ ടെമ്പറേച്ചറിൽ എത്രയാണോ റെസിസ്റ്റൻസിന് മാറ്റം വന്നത് അതിനെയാണ് സാധാരണ ആൽഫ എന്ന് വിളിക്കുന്നത്. ആൽഫ ഈസ് കാൾഡ് കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കും. ഇറ്റ് ഈസ് കാൾഡ് കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. ആൽഫ ഈസ് കാൾഡ് കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. സോ വാട്ട് ഈസ് ആൽഫ? ആൽഫ ഈസ് ദി ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ് ഫോർ 1 ഡിഗ്രി സെൽഷ്യസ് റൈസ് ഇൻ ടെമ്പറേച്ചർ. 1 ഡിഗ്രി സെൽഷ്യസ് റൈസ് ഇൻ ടെമ്പറേച്ചറിൽ ഉള്ള ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ് ആണ് ആൽഫ. So alpha is called
the temperature coefficient of resistance, actually temperature coefficient of resistance എന്ന് വിളിക്കാം. It is the temperature coefficient of resistance for 1 degree Celsius rise in temperature, or it is the alpha is other. നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം റെസിസ്റ്റൻസിന് ചേഞ്ച് വന്നോ 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ, അതിനെയാണ് ആൽഫ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ടി ടെമ്പറേച്ചർ ചേഞ്ചിൽ എത്ര റെസിസ്റ്റൻസ് ചേഞ്ച് വരും? ഇത് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ 1 ഡിഗ്രി സെൽഷ്യസിന് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ആൽഫയാണ്. ഡെൽറ്റ ടി ടെമ്പറേച്ചർ റൈസിന് എത്ര ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഫ ഡെൽറ്റ ടി. ഇതാണ് ഇവിടുത്തെ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ്. ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ്, ഓക്കെ, ആൽഫ ഡെൽറ്റ ടി. സപ്പോസ് ഇത് 1 ഓം ആയിട്ടുള്ളൊരു കണ്ടക്ടറാണെങ്കിൽ, ഇത് 1 ഓം ആയിട്ടുള്ള കണ്ടക്ടറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റെസിസ്റ്റൻസ് 1 ഓം ആണ്. അപ്പോൾ 1 ഓം ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഉള്ള ഒരു കണ്ടക്ടറിന്, അല്ലെങ്കിൽ മെറ്റലിന് വന്ന ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ആണ് ആൽഫ ഡെൽറ്റ ടി. ദെൻ അങ്ങനെയാണെങ്കിൽ ഫോർ 6 ഓം റെസിസ്റ്റൻസ് ഉള്ള ഒരു കണ്ടക്ടർ, 6 ഓം റെസിസ്റ്റൻസ് ഉള്ള കണ്ടക്ടർ ആകുമ്പോഴത്തേക്ക് ആർ ആൽഫ ഡെൽറ്റ ടി ആണ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ്. ഇതെല്ലാം ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ആണ്. 1 ഓം റെസിസ്റ്റൻസ് ഉള്ളതിന് ആൽഫ ഡെൽറ്റ ടി ആണ് വന്നിരിക്കുന്നത്. 6 ഓമിന് ആർ ആൽഫ ഡെൽറ്റ ടി ആണ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ്. ഇത്രയും ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ടോട്ടൽ ഓർ ദി വാട്ട് ഈസ് ദി ഫൈനൽ റെസിസ്റ്റൻസ്? ഫൈനൽ റെസിസ്റ്റൻസ് എത്ര വരും? സപ്പോസ് അതിനെ ആർ ടി എന്ന് വിളിക്കും. ആർ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ഡിഗ്രി റൈസിന്, ദാറ്റ് ഈസ് ഇക്വൽ ടു ഫൈനൽ റെസിസ്റ്റൻസ് അറിയാനായിട്ട് ആദ്യം ഒറിജിനൽ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, അതിന് ആർ ഒ എന്ന് വിളിക്കാം, പ്ലസ് ഈ ചേഞ്ചും കൂടെ എടുക്കുക, ആർ ആൽഫ ഡെൽറ്റ ടി. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഒറിജിനൽ റെസിസ്റ്റൻസ് ആദ്യം ഉണ്ടായിരുന്നത്, ഇത് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ്, ഇത് ഫൈനൽ റെസിസ്റ്റൻസ്. ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് നമ്മൾ കണ്ടെത്തി, ഇത് ഒറിജിനൽ റെസിസ്റ്റൻസ്. സോ ദിസ് ഈസ് ദി ഫൈനൽ റെസിസ്റ്റൻസ്. ഫ്രം ദിസ് റിലേഷൻ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് ആൽഫ. ആർ ടി മൈനസ് ആർ സീറോ ഈസ് ഈക്വൽ ടു, ഇതിന് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ആർ ആൽഫ ഡെൽറ്റ ടി. ദെൻ വാട്ട് അബൌട്ട് ആൽഫ? ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആൽഫ ഈസ് ഈക്വൽ ടു RT minus R0 divided by R delta T. This is equation for the temperature coefficient of resistance. What about the change in temperature? Delta T. Delta T ഇതിൽ നിന്ന് കാണണമെങ്കിൽ ഇതിന് അടി വന്നാൽ മതി. So RT minus R0 divided by R alpha. See, this is equation for change in temperature. This is the equation for temperature coefficient of resistance. So it is defined as, temperature coefficient of resistance is defined as the change in temperature. It is the ratio of change in resistance, not temperature. It is the ratio of change in resistance per unit rise of temperature to the original resistance. ഇത് 1 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ടു ദി ഒറിജിനൽ റെസിസ്റ്റൻസ് അതിൻ്റെ റേഷ്യോ ആണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. അല്ലെങ്കിൽ ഇത് രണ്ടും ഒന്നായി കഴിഞ്ഞാൽ, സി ആർ ഈസിക്കൽ ടു 1 ഓമും, അതാണ് നമ്മൾ എടുത്ത കണ്ടീഷൻ. ഡെൽറ്റ ടി ഈസിക്കൽ ടു 1 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ വാട്ട് ഈസ് ആൽഫ? ആൽഫ ഈസ് ആർ ടി മൈനസ് ആർ സീറോ. സി ആർ ടി മൈനസ് ആർ സീറോ മീൻസ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ്. അതല്ലേ നമ്മൾ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞു. സോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് ദി ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റൽ having 1 ohm resistance when the temperature is increased to 1 degree Celsius. അങ്ങനെയും പറയാം. സോ ഈ റിലേഷൻ ഓർത്ത് വെച്ചിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ഇതുപയോഗിച്ച് 1 വേർഡ് ക്വസ്റ്റ്യൻസും പ്രോബ്ലംസും ഒക്കെ ചോദിക്കാം. ആൽഫയുടെ വില കണ്ടെത്താനൊക്കെ സാറിന് ചോദിക്കാറുണ്ട്. ദെൻ വാട്ട് ഈസ് ദി യൂണിറ്റ് ഓഫ്
ആൽഫ അതും കൂടെ നമുക്ക് പറയാനായിട്ടുണ്ട്. യൂണിറ്റ് ഓഫ് ആൽഫ എന്ത് വരും? ദിസ് ഈസ് ഓം, ദിസ് ഈസ് ഓം. ഓമും കട്ട് ചെയ്യും. ബാക്കി ഇത് കെൽവിൻ അല്ലേ ഡിഗ്രി സെൽഷ്യസ്. സോ യൂണിറ്റ് ഓഫ് ആൽഫ ഈസ് കെൽവിൻ റൈസ് ടു -1 ഓർ ഡിഗ്രി സെൽഷ്യസ് റൈസ് ടു -1. ബാക്കി രണ്ടും വെട്ടിപ്പോവും. മുകളിലും താഴെ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റാണ്. ഓക്കെ, സോ സീ യു.